മക്കളെ ഉപദേശിച്ച് നന്നാക്കിയില്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം? എത്ര കൊല്ലാ ഉപദേശിച്ചത്? അത് കേൾക്കുമ്പോ നമ്മളിങ്ങനെ അത്ര കൊല്ലൊക്കെ ഉപദേശിച്ചോ? 10-35 കൊല്ലം. ഒരിക്കൽ പോലും ആ മക്കളെ ലഅനത്ത് ചെയ്തിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. അവർക്ക് അനുകൂലമായിട്ടല്ലാതെ പ്രതികൂലമായത് വരുന്നിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, എന്ത് കുരുത്തക്കെട്ട സ്വഭാവം കണ്ടാലും വലാ തദഉ അലാ ഔലാദിക്കും, മക്കൾക്ക് എതിരായിട്ട് നിങ്ങൾ ദ്വാരക്കരുത്. സത്യത്തിൽ ഇപ്പോൾ ചെയ്തത് ബുദ്ധിമോശം കൊണ്ട് ആരും പറയും അത് ബാപ്പക്കെതിരാ ചെയ്തത് ഉമ്മക്ക്. എന്നാലും ബാപ്പ ഉമ്മ ഗ്രേഡിൽ ജീവിക്കുന്നവർ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ധർമ്മോപദേശത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് കേടായി ദ്വാരക്കരുത്. കാരണം പിന്നെ കേടായാൽ അതൊക്കെ കാണണ്ടേ നമ്മൾ തന്നെയല്ലേ? പിന്നെ അതിന്റെ ദുരിതം പേരുണ്ട് അനുഭവിക്കണം നമ്മൾ തന്നെയല്ലേ? പിന്നെ എങ്ങനെ ദ്വാരക്കണം? അനുകൂലമായി ദ്വാരക്കണം. അപ്പൊ ഉസ്താദെ ഇത് തീരെ നേരാകുന്നില്ലെങ്കിലോ? പിന്നെയും ദ്വാരക്കണം. കൊല്ലക്കണക്കിന് ദ്വാരക്കണം. അള്ളാഹു നല്ല റിസൾട്ട് തരുന്നത് വരെ ദ്വാരക്കണം. നിരാശപ്പെടാതെ ദ്വാരക്കണം. നല്ലോണം ഉപദേശിക്കണം. ഉപദേശത്തിന് കുറവുണ്ടാകരുത്. വിശ്വാസിയല്ലാത്ത മകനെ ഉപദേശിച്ചിട്ട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നില്ലേ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു? ആ മകന് കൊടുത്ത ഉപദേശം എത്രമാത്രം വലിയ ഉപദേശമാണ്. ഉപദേശിച്ച് ഏകമകനായ സാറാൻ എന്ന മകനെ ഉപദേശിച്ച് ഏറ്റവും നല്ല മഹത്വത്തിലേക്ക് ഉയർത്തി. ബാപ്പ ഇങ്ങനെ ഇടക്കിടക്ക് കൊടുക്കുന്ന ഉപദേശം കൊണ്ട് മകനിങ്ങനെ ചേഞ്ച് വരികയാണ്. ബാപ്പ കൊടുത്ത ഉപദേശത്തിൽ മോനെ എവിടെങ്കിലും ഇരിക്കണം എന്ന് തോന്നിയാൽ നല്ല വിവരമുള്ള ആളുകളുടെ ചാരത്ത് പോയി ഇരുന്നോ, അവരിൽ നിന്ന് എന്തെങ്കിലും നല്ല ഇൽമു നിനക്ക് കിട്ടും, നിനക്ക് നന്നാകാൻ പറ്റും. നീ നിന്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി ഇരിക്കാൻ ഉദ്ദേശിക്കുമ്പോ ആദ്യം ഒരു സലാം പറഞ്ഞോ. സലാം മടക്കുകയാണെങ്കിൽ കൂടെ ഇരുന്നോ, സലാം മടക്കുന്നില്ലെങ്കിൽ കൂടെ ഇരിക്കരുത്, അവര് ദുഷിച്ചവരാൻ. വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്. ഇങ്ങനെ 1-2 അല്ല, ആ ഉപദേശം തന്നെ പറയാൻ മണിക്കൂർ കണക്കിന് വേണം. അത്രയും ഖനപ്പെട്ട വിലപ്പെട്ട ഉപദേശം. അതിലൊരു ഉപദേശമാണ് ലാ തകുൻ അഅജസ മിനദ്ദീഖ്, മോനെ കോഴിനെക്കാളും നീ ദുർബലനാകരുത്. കോഴി കണ്ടില്ലേ സുബഹിന്റെ മുമ്പേ കൂകുന്നത് കണ്ടില്ലേ മോനെ? സുബഹിന്റെ മുമ്പ് തന്നെ കോഴി കൂകുന്നില്ലേ? അതിനെ കേൾക്കണമെങ്കിൽ നീക്കണ്ടേ? അത്തായത്തിന്റെ നേരത്ത് കോഴി കൂവുന്നുണ്ട്. റമദാൻ മാസത്തിലല്ല, ഇപ്പോഴും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. നാളെ ആഖിറത്തിൽ നമുക്ക് പ്രതികൂലമായി നമ്മളെ വീട്ടിലേക്ക് ശബ്ദം കേൾക്കുന്ന കോഴി പറയരുത് അല്ലാ, ഞാനൊരു 10-40 വീട്ടുകാർക്ക് പറ്റുന്ന രീതിയിൽ ഞാനും ശബ്ദിച്ചിട്ടുണ്ട്, വിളിച്ചുണർത്തിയിട്ടുണ്ട്. പക്ഷേ അതിലാകെ വിളിക്ക് ഉത്തരം ചെയ്ത് എഴുന്നേറ്റവർ ഇത്രയും ആളുകളാണെന്ന് കോഴി പറയരുത്. പ്രതികൂലമായി സാക്ഷി നിൽക്കരുത് മോനെ. കോഴിയെക്കാളും നീ ദുർബലനാകരുത്. ഫഇന്നഹു യുസവ്വിതു ബിൽഅസ്ഹാർ, കോഴി അത്തായ സമയത്ത് ശബ്ദിക്കുന്നത് നീ കേട്ടിട്ടില്ലേ? അതതിന്റെ തസ്ബീഹാണ് മോനെ, കോഴി ചെയ്യുന്ന തസ്ബീഹാണത്. അതുകൊണ്ട് അതിനേക്കാളും ദുർബലനായി പോകരുത്.